അക്ബർ മഹാനായിരുന്നു, സരസനുമായിരുന്നു. എന്നാലും ചിലപ്പോൾ അദ്ദേഹത്തിന് വലിയ ദേഷ്യം വരുമായിരുന്നു. ഒരു ദിവസം ഭാര്യയോട് അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെട്ടു. ദേഷ്യത്തിൽപ്പെട്ട് വാശിക്കു പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോയിക്കോ, ഇനി അച്ഛനമ്മമാരുടെ കൂടെ കഴിഞ്ഞാൽ മതി. ഇനി ഒരിക്കലും ഇവിടെ എൻ്റെ കൂടെ താമസിക്കേണ്ട. ബീഗത്തിന് വലിയ സങ്കടമായി. പക്ഷേ ചക്രവർത്തി വാശിയിലായിരുന്നു. ദേഷ്യം മാറാതെ ഇരിപ്പായിരുന്നു. അതിനാൽ അദ്ദേഹത്തോട് എത്ര അപേക്ഷിച്ചിട്ടും അദ്ദേഹം പിടിവാശി വിട്ടില്ല. അവസാനം ബീഗം ബീർബലിൻ്റെ സഹായം തേടി. ബീർബൽ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ ബീഗം ചക്രവർത്തിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ തന്നെ പോവുകയാണ്. പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുകൂടി കൂടെ കൊണ്ടുപോകാൻ അങ്ങ് അനുവദിക്കണം. ചക്രവർത്തി ദേഷ്യത്തിൽ തന്നെയായിരുന്നു. വേഗം ബീഗത്തെ ഇറക്കി വിടണമെന്ന വാശിയിലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി ശരി, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായാലും ആരെയായാലും വിളിച്ചുകൊണ്ട് വേഗം പോകും. ബീഗം പോകാനൊരുങ്ങി. നല്ല വസ്ത്രം ധരിച്ചു, സുന്ദരിയായി ഒരുങ്ങി. പോകാനുള്ള വാഹനം കൊട്ടാരമുറ്റത്ത് തയ്യാറായി കാത്തുകിടന്നിരുന്നു. അപ്പോൾ ബീർബൽ അവിടെ എത്തി. ചക്രവർത്തിയോട് പറഞ്ഞു, പ്രഭോ, ബീഗം കൊട്ടാരത്തിൽ നിന്ന് പോകാൻ തയ്യാറായി നിൽക്കുന്നു. അങ്ങ് അനുവദിച്ചാലും. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായി പോയിക്കൊള്ളാൻ പറയൂ. അക്ബർ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അതിനായി ബീഗത്തിന് അങ്ങയെ കാണണം പ്രഭോ. ശരി, വരാൻ പറയ്. ബീഗം അക്ബറിൻ്റെ മുന്നിൽ വന്നു നിന്നു. പുഞ്ചിരിയോടെ, സ്നേഹവായ്പോടെ, വികാരം തുളുമ്പുന്ന ശബ്ദത്തോടെ അവർ പറഞ്ഞു, പ്രഭോ, ഈ കൊട്ടാരത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങാണ്. അങ്ങ് സമ്മതിച്ചത് പ്രകാരം അങ്ങ് ദയവായി എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നാലും. അത് കേട്ടതോടെ അക്ബറിൻ്റെ ദേഷ്യം അലിഞ്ഞുപോയി. പകരം ബീഗത്തിനോടുള്ള സ്നേഹം ഉള്ളിൽ നിറഞ്ഞു. ബീഗത്തെ നഷ്ടപ്പെടാതെ തൻ്റെ കൂടെ നിർത്താൻ ബുദ്ധി പ്രയോഗിച്ചത് ബീർബലാണ് എന്ന് അക്ബറിന് മനസ്സിലായി. അദ്ദേഹം ബീർബലിൻ്റെ നേരെ നോക്കി നന്ദിപൂർവ്വം ചിരിച്ചു. എന്നിട്ട് ബീഗത്തോട് സ്നേഹത്തോടെ പറഞ്ഞു, എൻ്റെ മുന്നുത്തരവ് റദ്ദാക്കിയിരിക്കുന്നു. ഇനി ഒരിക്കലും ബീഗം ഈ കൊട്ടാരത്തിൽ നിന്നും എന്നെ വിട്ടുപോകരുതെന്നും കൽപ്പിക്കുന്നു. എല്ലാവരും ചിരിച്ചു. ഒരു കൊടുങ്കാറ്റടങ്ങിയ സന്തോഷത്തോടെ ബീഗം കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി.